ഇതെന്താ രാഘവട്ടിന് പറ്റിയത്? ആവോ എവിടേക്കാ രാഘവട്ടെ രാവിലെ വടിയും പിടിച്ചു കൊടുക്കുന്നു? അതേതാണ് ചെങ്ങായി? ബംഗാവി താമസിക്കാമെന്ന പുതിയ മുതലാളിയാ. വ്യായാമം ചെയ്ത് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട് ഈ ഓട്ടം. അയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടിയെന്നേ ഉള്ളൂ. പിന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ച ഈ വടി ഞാൻ കരുതിയത്. ഇപ്പൊ ഒക്കെ മനസ്സിലായില്ലടാ ചേട്ടകളെ. വിട്ടോ എന്റെ അമ്മ, ഈ പണ്ടാരക്കാലം ഇത്ര വേഗം അവിടെ എന്തിനാ രാഘവ വടിയെടുത്ത് അയാളുടെ പിന്നാലെ ഓടണേ? ഏതാ മനുഷ്യൻ? പുതിയ മുതലാളിയാ. അതെയോ? എപ്പോഴാ വന്നേ? അങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. എന്നാ ഇവിടെ നിൽക്കാണ്ട് വേഗം അങ്ങോട്ട് എത്തിക്കോ, അവിടെ പണിയുണ്ട്. അതൊക്കെ വന്നോളാം. എവിടേക്കാ കിതച്ചോണ്ട് ഓടണേ? കിതച്ചോണ്ട് ഓടിയതല്ല, പതിവില്ലാതെ ഓടിയപ്പോ കിതച്ചു പോയതാ. അതൊക്കെ പിന്നെ പറയാം, ഞാൻ പിന്നാലെ ചെല്ലട്ട്. അല്ലെങ്കിൽ മുതലാളി വഴി തെറ്റി വല്ല പൊട്ട കിണറ്റിലും ചെന്ന് ചാടും. ഒന്നില്ലോ. എവിടേക്കാ? വിളിക്കിരിക്കാനാ? അകത്തിരുന്നൂടെ? കുടിയില് സൗകര്യല്ലേ? ഇതാ പലിശക്കാരൻ കുഞ്ഞുരുടെ ഗുണ്ടകളാണല്ലോ. ഭഗവാനെ, ഓടിച്ചിട്ട് പിടിച്ച് തല്ലിച്ചതയ്ക്കാൻ വരികയാണോ? പപ്പടപ്പരത്തന്നെ കൈ ഇവറ്റകള് തല്ലി ഒടിക്കോ? ഓട് തന്നെ. മുരുക, രക്ഷപ്പെട്ടു. ഈ പച്ചോന്ത് കുളത്തിന്റെ പക്കത്തെ നേരം പോക്ക് ഇപ്പൊ പൊന്തക്കാട്ടിലേക്കാക്കിയോ? നിന്റെ ട്യൂഷൻ പഠിപ്പ് ഇതാണല്ലേ? വീട്ടിലേക്ക് വാ. നിന്റെ പുന്നാര +2ന്റെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചടി വെള്ളാനെ. ഏതൊരു പൈസക്കാരന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് പൊന്തക്കാട്ടിൽ നിന്ന് ഹിന്ദി പഠിക്കണോ? വിറ്റാമിൻ കുറഞ്ഞ ഈ കണ്ണൂണ്ടി ഞാൻ കണ്ടടി. ദൈവത്തോർത്ത് വേണ്ടത്തെ പറയാതിരിക്കേ. മാന്യമായിട്ട് സംസാരിക്കടി. എന്നും നീ എന്നെ കണ്ണുമുട്ടനാക്കരുത്. എന്താ കുട്ടി? എന്നെ അവിടെ വെച്ച് കണ്ട കാര്യം വേലേതമാമ വീട്ടിൽ പറയരുത്. പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അപ്പൊ ഞാൻ പൊന്തക്കാട്ടി കണ്ടത്? പൊന്തക്കാട്ടി കണ്ടത് നിങ്ങളുടെ അപ്പൂപ്പന്റെ മൊന്നയായിരിക്കും. ഇനി മേലെ എന്റെ കുട്ടിയെ പറ്റി വേണ്ടാത്ത പറഞ്ഞുണ്ടാക്കിയുണ്ടല്ലോ, കട്ടിയൊന്നും നോക്കത്തില്ല. കണ്ണു കടുപ്പില്ലാന്ന് നടക്കാ പൊന്തക്കാട്ടിക്കൂടെ. ഇങ്ങനെ തന്താര് എന്താ പവർ! അതൊരു പാവ. എപ്പോഴും ഇങ്ങനെ ഒളിച്ചു കളിക്കാന്ന് കരുതണ്ട. നിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. ഏട്ടനുമില്ലേ ഇങ്ങനൊക്കെ? എനിക്കൊരു കുഴപ്പമില്ല. ചീത്തപ്പേരുണ്ടാക്കിയാലേ ഇതിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും. വലുതേപ്പും കുളിയായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട ശങ്കര. വേ സ്ഥലം വിട്ടോ. എന്തു പറ്റി? വായിച്ചു നോക്ക്. ഇവിടെ ശങ്കരന് പ്രവേശനമില്ല. കുളത്തിന്റെ പരിസരത്ത് നിന്നെ കണ്ട കൊല്ലൂന്നാ പറഞ്ഞ കേട്ടത്. ആര്? നാട്ടുകാര്. അതായിരിക്കും ഞങ്ങളൊക്കെ. പെണ്ണുങ്ങൾക്ക് സമാധാനമായിട്ട് നാട്ടിൽ കുളിക്കണേ. ഈശ്വര, ഞാനിനി എവിടെ പോയി കുളിക്കും? കുളിക്കണ്ടടോ. പുഴയിലും വെള്ളം ഇല്ലേ? ഇനി മണല് വാരി കുളിക്കേണ്ടി വരുമോ? നീ ഇതെവിടേക്കാ ഈ വഴിയൊക്കെ? കണ്ടാലറിഞ്ഞൂടെ കുളിക്കാൻ പുഴയിലേക്ക്? എന്താ പുഴയിലൊരു കുളി? നാട്ടുമ്പുറത്തെ കുളങ്ങളിലൊക്കെ എനിക്ക് വിലക്കേർപ്പെടുത്തിരിക്കല്ലേ ഇവിടെ ചില ചെറ്റകള്. കുളത്തിലോ കുളത്തിന്റെ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ കാല് തല്ലോടിക്കുന്ന ഭീഷണി. എല്ലാ കുളത്തിന്റെ വക്കത്തും ഓരോ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്. ശങ്കരന് പ്രവേശനമില്ല, ശങ്കരന് പ്രവേശനമില്ല. മാന്യമായിട്ട് കുളിച്ച് ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ തെണ്ടികള്. നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? എന്ത് വിലക്കാണെങ്കിലും ശങ്കരന് കുളിക്കാതിരിക്കാൻ പറ്റോ? ഇനി കടലിൽ പോയിട്ടാണെങ്കിൽ ശങ്കരൻ കുളിച്ചിരിക്കും. എന്താണ്? എന്തായാലും ഇവിടെ ലേഡീസിന്റെ ശല്യം ഇല്ല. അത് പോട്ടെ, ഒരു അത്യാവശ്യ കാര്യത്തിന് മഷി ഇട്ട് നോക്കിയാൽ പോലും കാണില്ല ഈ പഹയനെ. നീ ഇന്നലെ അവിടെ പോയി കിടക്കായിരുന്നു. ഒരു സിനിമയ്ക്ക് പോയിരുന്നു. നിന്റെ ഒരു സിനിമ. അതിനേക്കാൾ നല്ലൊരു കാഴ്ച നമ്മുടെ അമ്മണി എടുത്ത വീട്ടിലല്ലായിരുന്നോ? എന്ത്? അമ്മണി എടുത്തി ഗോവിന്ദേട്ടൻ, പിന്നെ നിന്റെ ആ സൊൽഗാടി പെണ്ണില്ലേ, അവളും കൂടി കാട്ടിക്കൂട്ടിയ ജഗപക ഒന്ന് കാണേണ്ടതായിരുന്നു എന്റെ രമേശോ. നമ്മുടെ ബംഗ്ലാവിൽ താമസിക്കുന്ന കാശിയാദില്ലേ, അയാൾ ഒരു പുതിയ വാക്മാൻ നിന്റെ പെണ്ണിന് ഫ്രീ ആയിട്ട് കൊടുത്തു. എന്ത് മാന? വാക്മാൻ. ഈ ചെവിടിന്റെ അകത്ത് വയറ് തിരികെ പാട്ടിയാക്കുന്ന ഒരു സാധനം ഇല്ലേ, അത്. ഇവനൊക്കെ എവിടെ നിന്ന് വന്നടാ? അതിലെ പാട്ട് കേൾക്കാനുള്ള വെപ്രാളം ഒന്ന് കാണേണ്ടതായിരുന്നു. കുറച്ചേരം ഗോവിന്ദേട്ടൻ ചവിട്ടിൽ വെച്ചാ പിന്നെ വലിച്ചെടുത്ത് അമ്മനെ എടുത്ത് ചവിട്ടിൽ വെക്കും. അതിനിടക്ക് നിന്റെ പെണ്ണ് തട്ടിപ്പറിച്ച് ചവിട്ടിൽ വെക്കും. ഇതിനിടക്ക് നാട്ടുകാരി ചിലരും പോരെ പൂരം ആകെ ഒരു ബഹളം. അയാൾ ആളൊരു മോശക്കാരനാകാൻ വഴിയില്ല. കല്യാണം കഴിക്കാത്തവനാണെന്നാ കേട്ടത്. ചോരയും നീരും ഉള്ളൊറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും. അങ്ങനെ ഓരോന്ന് കൊടുത്ത് പതുക്കെ പതുക്കെ മയക്കി എടുത്ത് കൊടുക്കും.
അവസാനം അവന്റെ കയ്യിലാവും. ഏയ് അയാൾ അങ്ങനെ ചെയ്യൊന്നുമില്ല. നല്ലവനാന്ന രാഘവേട്ടൻ പറഞ്ഞു. അയാൾ ഏതാ മുതല്? കോമൺ ആയിട്ടുള്ള ചുറ്റിക്കളി അറിയില്ലേ? കള്ളന് കഞ്ഞി വെച്ചവനാ രാഘവൻ. എന്തായാലും നിന്റെ പ്രേമം കലങ്ങാതെ സൂക്ഷിച്ചോ. ഇല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, കാക്കച്ചി കൊത്തി പോകും. നോട്ടിൽ നിന്നൊരു എങ്ങനെയുണ്ട്? ആഹാ, നല്ല ഉഗ്രം ചുടിദാർ, അടിപൊളിയായിട്ടുണ്ട്. ഐ പേന, ഇതെന്താ ഇതിന്റെ അകത്ത്? വാച്ച്. ഇത് ആർക്കാ? നിന്റെ അനിയത്തി ശ്രീദേവിക്കാ? അല്ലല്ല, പിന്നെ അത് 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 പിന്നെ ഓ, ആ പെണ്ണിനായിരിക്കും, നിന്റെ സൊൽഗാടിക്ക്. പരീക്ഷ ജയിച്ച അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പുതിയ സൈക്കിള് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചു. അതെ അതെ അതെ, നിനക്കെന്താ തലക്ക് സുഖമില്ലേ? ഉറുമ്പ് അരിമണി സ്വരുക്കൂട്ടി ഉണ്ടാക്കും പോലെ കൂട്ടിച്ചേർത്ത പൈസ എടുത്ത് ഒരു സമ്മാനം അത്രേ പോട്ടാൻ. ഇതൊന്നും ഉള്ള കണ്ണി പിടിക്കില്ലടോ. ഇതിലും വലിയ സമ്മാനം ഉള്ള കയ്യിൽ ഒരുത്തം കെട്ടിക്കൊടുത്തിരിക്കണ്, അറിയോ? നല്ല അസൽ ഒരു കൈച്ചെയിൻ, സ്വർണത്തിന്റെ. ബംഗ്ലാവിലെ പൈസക്കാരൻ കൊടുക്കുന്നത് നേരിട്ട് ഞാൻ കണ്ടതാ. അവളാണെങ്കിലോ ചില കല്യാണ പെണ്ണിനെ പോലെ കൈനീട്ടി കൊടുത്തത്. അതൊന്നു കാണണമായിരുന്നു. ഇനിയിപ്പോ അവളുടെ പഠിത്തത്തിനുള്ള പൈസയും കൂടി അയാളെ ഇറക്കണത്. ഞാൻ എന്റെ ഈ ചെവി കൂടി കേട്ടതാ. ഇത് കേസ് പോക്കാണെന്ന് എനിക്ക് തോന്നണത്. പെണ്ണാണെങ്കിലോ കൊഞ്ചിക്കൊഴിഞ്ഞ് ഏത് സമയത്തോടെ തന്നെ. വാലിട്ട് കണ്ണെഴുതുന്ന ജാതിയല്ലേ, വിശ്വസിക്കാൻ കൊള്ളില്ലടോ. നീ എന്ത് പണിയായി കാണിച്ചേ? കാശ് കൊടുത്ത് വാങ്ങിയ സാധനം തോട്ടിലേക്ക് വലിച്ചെറിയേ, നനഞ്ഞു പോയില്ലേ അത്? അതേടാ, അവന്റെ സമയം സൂപ്പറാ. വെടി വെച്ചാ പോലും കൊള്ളില്ല. അല്ലെങ്കിൽ ഇത്രയും നമ്മൾ പണിപ്പെട്ടിട്ടും ഒന്നും അവിടെ ഏറ്റില്ലല്ലോ. ഹോ, എന്താണിപ്പോ ചെയ്യാ? എന്താണിപ്പ ചെയ്യാന്ന് പറഞ്ഞ, ഈ ശങ്കുരു ഒന്ന് ആലോചിക്കട്ടെ. ഒരു പുക എടുക്കണ ഐഡിയ വരാൻ നല്ലതാ. വലിക്കടാ, ആഞ്ഞു വലിച്ചോ. ഐഡിയ ഇങ്ങോട്ട് പോരട്ടെ. എന്റെ അമ്മേ, കളയല്ലേ കളയല്ലേ കളയല്ലേ. ഒരു തകർപ്പൻ ഐഡിയ. എന്താ? ഇതേറ്റാൽ ഒന്നുകിൽ അവൻ ഇവിടം വിട്ട് ഓടിക്കോളും, അല്ലെങ്കിൽ നമ്മൾ ഇവിടം വിട്ട് ഓടേണ്ടി വരും. എന്താ പറ? പറയാം. ഏത് കോടീശ്വരനായാലും ശരി, ഈ ശങ്കരന്റെ കൂർമ്മ ബുദ്ധിയോട് അടുക്കിലിട ഒരുത്തനും അവനെ ഇവിടന്ന് ഞാൻ പറപ്പിക്കണം. നീ കണ്ടോ?